നീ ചെറുക്കന്മാരെ കൂടുതൽ കളഞ്ഞ് ചൊറിയാതെ പോകാനാ പറഞ്ഞത്. എന്താ ക്ലാര, എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇവന്മാര് കുറെ നേരമായി സാർ ഞങ്ങളെ രണ്ടുപേരെയും ശല്യം ചെയ്യുന്നു. അതിന് ജിയോണം കയറി ഉടക്കിയതാ. അന്നേരം ഇവന്മാര് പിന്നെയും ചൊറിയാൻ വരുന്നു. എന്റെ കൈക്ക് പണിയുണ്ടാക്കാതെ വീട്ടിൽ പോടാ. ചൂടാവാതെ ചേട്ടാ, ചേട്ടനെ പോലെ ഞങ്ങളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞോളൂ. അല്ല, ഇവളുമാർക്ക് എത്രയാ ചേട്ടൻ കൊടുക്കുന്നത്? റോഷ വേണ്ട, വേണ്ടെന്നല്ലേ പറഞ്ഞേ. മതി, വീട് അമര് തല്ലിയത് മതിയെന്ന്. വേണ്ട സാർ, ഒന്നും ചെയ്യണ്ട. വേണ്ട സാർ, അമര് ചത്തുപോയി നീ തല്ലിയ. വേണ്ട സാർ, മതി. ഓ കരയണ്ടടാ, പേടിക്കണ്ട. അപ്പഴ മുത്ത് പേടിച്ചു പോയോ? നമുക്ക് വീട്ടിൽ പോവട്ടോ. ചെയ്യണ കൊച്ചിനെ പിടിക്ക്. നിങ്ങൾ രണ്ട് വണ്ടി പോയിരുന്നു. നിങ്ങള് വരുന്നില്ലേ? എവിടെ പോവാ? ഇനി അവനെ തല്ലാൻ പോകണോ? ഇല്ല, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പം വരാം. സുബിൻ, ആ രണ്ടാവന്മാരെ കൂടാളിൽ എത്തിച്ചിരിക്കണം ഇന്ന് രാത്രി തന്നെ. ഓക്കെ ബോസ്. ജിയോണ, നീ കിടന്നു. എനിക്കൊരിടം വരെ പോകാനുണ്ട്. എവിടേക്കാ ഈ രാത്രി? പറഞ്ഞിട്ട് പോ. നീ എന്താടാ അവിടെ വെച്ച് പറഞ്ഞ്? ഞാൻ എത്രയാ അവളമാർക്ക് കൊടുക്കുന്നതെന്നോ നിനക്ക് അറിയിച്ചു തരാം. സർ പ്ലീസ് സർ, ഞങ്ങളെ വെറുതെ വിട് സർ. അറിയാതെ പറഞ്ഞു പോയതാ. ഇനി ഒരിക്കലും ചെയ്യത്തില്ല. ഇനി ഞങ്ങൾ ഒരു പെണ്ണിന്റെ പോലും മുഖത്ത് നോക്കത്തില്ല. സാർ, ഞങ്ങളെ വെറുതെ വിടണം സാർ, പ്ലീസ്. ഇനി ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. സൂബിൻ, ഇവന്മാരുടെ ബോഡി കൊണ്ട് സേഫ് ആയിട്ട് മറവ് ചെയ്യണം. ഒരു ഹിന്റ് പോലും ആർക്കും കിട്ടരുത്. ഇവന്മാരെ കാണാതായി എന്ന് പത്രത്തിൽ വന്നാ മതി. നിങ്ങൾ എവിടെ പോയതാ? സൂബിൻ വിളിച്ചിട്ട് ഓഫീസ് വരെ ഒന്ന് പോയി. എന്തിന്? ഒരു ഇമ്പോർട്ടന്റ് ഡീലിനെ പറ്റി സംസാരിക്കാൻ. കള്ളം, പച്ചക്കള്ളം. കള്ളമാ നിങ്ങൾ പറയുന്നത്. ഇമ്പോർട്ടന്റ് ഡീലിനെ പറ്റി സംസാരിക്കാൻ പോയ ആളുടെ ഷർട്ടിൽ എങ്ങനെയാ ചോരക്കറ വന്നത്? പറ, നിങ്ങൾ എന്താ അവന്മാരെ ചെയ്തത്? അതേടി, ഞാൻ അവന്മാരെ കൊന്നു കളഞ്ഞു. എങ്ങനെയാ നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ കഴിയുന്നേ? ഇത്ര നിസ്സാരമായിട്ടാ നിങ്ങൾ ഇത് പറയുന്നേ? എന്റെ പെങ്ങളെയും ഭാര്യയും കയറി പിടിക്കാൻ ശ്രമിച്ച അവന്മാരെ പിന്നെ ഞാൻ പൂട്ട് പൂജിക്കണം. ഇനിയും ആരെങ്കിലും നിന്നെയും ക്ലാരെയും ശല്യം ചെയ്താ അവരെ കൊന്നു തള്ളുക തന്നെ ചെയ്യും. എനിക്ക് നിങ്ങൾക്കും പോയി ചത്തൂടെ? ഇത് തന്നെയല്ലേ നിങ്ങൾ എന്നോട് കാണിച്ചത്? എടിക്കോപ്പേ, വഴിയെ കണ്ട ചാവാലിപ്പട്ടികളുടെ കൂട്ടത്തിൽ കൂട്ടി എന്നെ കമ്പയർ ചെയ്താറുണ്ടല്ലോ. ഇങ്ങനെ നിന്ന് ചിലക്കാൻ നിന്റെ നാവ് കാണില്ല. പിഴുതൊടുക്കും ഞാൻ. അവളെന്താ പറഞ്ഞേ? അവന്മാര് ഞാൻ ചെയ്തത് ഒരുപോലെയാണെന്നോ? ഒരുപോലെയല്ലേ? ഞാനും അവന്മാരും അവർക്ക് ഒരു വ്യത്യാസവും ഇല്ലാതായല്ലേ? പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവളെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ, അവളെ നിന്ന് ഓടിപ്പോകാതിരിക്കാൻ എനിക്കപ്പോ അങ്ങനെ ചെയ്യാൻ തോന്നിയുള്ളൂ. അവന്മാരെ പോലെയായിരുന്നു ഞാനെങ്കിൽ അവളെ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ കൊന്നു കളഞ്ഞനും, ഇരുചെവി അറിയാതെ. പക്ഷെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയത് പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ജോഷുവ, നീ കാരണം എന്റെ കുഞ്ഞിന്ന് അച്ഛനില്ലാത്തവളെ പോലെ വളരേണ്ടി വന്നത്. റോഷൻ സാറും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ കൂടി സാധിക്കില്ല. നിനക്കൊരിക്കലും ഞാൻ മാപ്പ് തരില്ല ജോഷുവ. നീ എന്നോട് മാത്രമല്ല, ഈ പിഞ്ചു കുഞ്ഞിനോടും ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. ഇനി നിനക്ക് എന്റെ മനസ്സിൽ സ്ഥാനമില്ല മോളെ. നിനക്ക് തിരിച്ചറിവാകുമ്പോ ഈ അമ്മയെ നീ കുറ്റപ്പെടുത്തൂ? നിന്റെ ശരിക്കുള്ള അച്ഛനെ തേടി നീ പോവൂ?
അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് എന്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യില്ലേ. ജിയോണ, ഇങ്ങ് വന്നേ. എന്തിനാ എന്നെ വിളിച്ചത്? ഈ ടൈ ഒന്ന് ശരിക്കും കെട്ടിത്താ. എന്നാ നിങ്ങൾ തന്നെയല്ലേ കിട്ടുന്നേ? ഇനി മുതൽ നീ കെട്ടിത്തന്നാ മതി. വേഗം. നിനക്ക് വേദനിച്ചോ? എന്റെ വേദന നിങ്ങൾക്കൊരു പ്രശ്നമാണോ? എനിക്ക് നിന്നെ തല്ലണമെന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ നിന്റെ ഈ ലൈസൻസ് ഇല്ലാത്ത നാക്കാന്ന് എനിക്ക് ഈ തല്ലെല്ലാം വാങ്ങി തരുന്നു. എനിവേ, ഐ എം സോറി. ഇനിയെങ്കിലും എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകളൊന്നും നിന്റെ വായിന്ന് വരരുത് പ്ലീസ്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞ പിന്നെ ഇന്നലെ നിന്നെ വേദനിപ്പിച്ചത് സോറി. ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ നീയും ശ്രമിക്കണം. എങ്കിൽ ഞാൻ ഇറങ്ങിക്കോ. ബൈ. സാർ, എങ്ങോട്ടാ പോട്ടത്?